രണ്ടാം ഘട്ട ബന്ദിമോചനത്തിലേക്ക് കടക്കുകയാണ് ഹമാസും ഇസ്രയേലും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെയുള്ള രണ്ടാം ഘട്ട ബന്ദിമോചനത്തിലേക്ക് കടക്കുകയാണ് ഹമാസും ഇസ്രയേലും. 4 ബന്ദികളെയാണ് ഹമാസ് ഇന്ന് മോചിപ്പിക്കുന്നത്. കരീന അരിയേവ്, ഡാനിയേല ഗിൽബോവ, നാമ ലെവി, ലിറി അൽബാഗ് എന്നിവരെയാകും ഹമാസ് മോചിപ്പിക്കുക. തുടർന്ന് ഇസ്രയേലും ഇന്ന് 180 തടവുകാരെ മോചിപ്പിക്കും. ആദ്യഘട്ടത്തിൽ 3 ബന്ദികളെയാണ് ഹമാസ് ഇസ്രയേലിന് കൈമാറിയത്. തുടർന്ന് ഇസ്രയേൽ 69 സ്ത്രീകളും 21 കുട്ടികളും അടങ്ങുന്ന 90 അംഗ സംഘത്തെ മോചിപ്പിച്ചു. എന്നാൽ മോചിപ്പിക്കുന്നതിന് മുൻപായി ജയിലിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്ന ബന്ദികൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ജനുവരി 19-ാം തീയതി ഇസ്രയേൽ പ്രാദേശിക സമയം 11:15 ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. നിശ്ചയിച്ചതിലും 3 മണിക്കൂർ വൈകിയാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത്. പ്രാദേശിക സമയം രാവിലെ 8:30 കരാർ നടപ്പാക്കുമെന്നായിരുന്നു ആദ്യത്തെ ധാരണ. എന്നാൽ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറിയില്ലെന്ന് ആരോപിച്ച് ഇസ്രയേൽ കരാറിൽ നിന്നും പിന്മാറിയിരുന്നു. സാങ്കേതിക പ്രശ്നമാണ് പട്ടിക കൈമാറാൻ വൈകിയതിന് കാരണമെന്നായിരുന്നു ഹമാസ് നൽകിയ വിശദീകരണം. അതോടെ വെടിനിർത്തൽ നിലവിൽ വന്നെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ഗാസയിൽ വലിയ ആഘോഷമായിരുന്നു നടന്നത്.